ശ്രീ പ്രകാശ് ബാരെ, ഈ ഈ പറയുന്നിരിക്കുന്ന മാർട്ടിൻ മേനാച്ചേരിക്കെതിരെ കേസെടുക്കേണ്ട വകുപ്പാണ്. കാര്യം എന്താണ്? ഇയാൾ പറയുന്നത് എന്തൊക്കെയോ ഇല്ലാത്ത കാര്യം പറയുകയാണ്. ഇട്ടേക്കുന്ന വകുപ്പ് ഇമ്മോറൽ ട്രാഫിക്കാണ്. ഇമ്മോറൽ ട്രാഫിക്കിൻ്റെ നിർവചനം നോക്കിയാൽ ഞെട്ടിപ്പോകുന്ന വകുപ്പ് കിട്ടേക്കാണ്. എന്താണ്? ഒരു സിനിമയിൽ അഭിനയിച്ചു എന്ന് പറഞ്ഞിട്ടോ. ശ്രീ പ്രകാശ് ബാരെ, അമ്മ എന്ന് പറയുന്ന ഈ പറയുന്ന സിനിമാ സംഘടനയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരു വനിത വരാൻ പോകുന്നു, ഏതാണ്ട് ഉറപ്പിച്ചതാണ് എന്ന്. ദേവൻ അവർക്കൊത്തൊരു കാൻഡിഡേറ്റ് ആണോ ആരും അറിയില്ല. ഏതാണ്ട് ഉറപ്പിച്ചതാണ്. അവിടെ ഇത്തരത്തിൽ പരാതിയുള്ളവർ മത്സരിക്കരുത് എന്ന് പറയുന്നത് ഉണ്ടാവുന്നു. കുറേ പേർ മാറി നിൽക്കേണ്ടി വരുന്നു. സാന്ത്വന തോമസിനെ ഒതുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഒതുക്കിന്റെ ഭാഗമല്ല ഈ പരാതി എന്ന് ഉറപ്പുണ്ടോ അങ്ങേക്ക് ശ്രീ പ്രകാശ് ബാരെ? ഒതുക്കിന്റെ ഭാഗമാണെന്ന് നല്ല ഉറപ്പുണ്ട്. ഈ കേസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു കോമഡി ഓഫ് എററാണ്. എനിക്ക് തോന്നുന്നത് ഇത്രയും പാനലിസ്റ്റ് ഒന്നിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുന്ന വേറൊരു ചർച്ച ഞാൻ അടുത്തൊന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല. കംപ്ലീറ്റ്ലി ഈ പരാതിക്കാരൻ ഒരു പിന്നെ അദ്ദേഹത്തിലേക്ക് കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുന്നതിൽ ഒരു കാര്യമില്ല. കാരണം അയാൾ മാത്രമല്ല, ഇതിൻ്റെ അകത്ത് മൊത്തം നിൽക്കുന്ന ഈ കോടതി എന്താണ് ചെയ്തിരിക്കുന്നത്. ഈ കോടതി ഇങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ ശ്വേതാ മേനോനെ വിളിച്ചിട്ട് സംസാരിക്കേണ്ട ആവശ്യമില്ലേ? ഈ ബെയിൽ കൊടുക്കല്, ജാമ്യം കൊടുക്കാത്ത വകുപ്പിൽ അറസ്റ്റ് ചെയ്യണമെന്ന് പിന്നെ അന്വേഷിക്കണമെന്ന് പറയുന്നതിന് അത് എന്ത് മര്യാദയാണ്? 67A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരുടെ ന്യൂഡിറ്റി മറ്റുള്ളവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺലൈൻ ഇടുന്നതിനെ പറ്റിയിട്ടുള്ള വകുപ്പാണ്. അത് എങ്ങനെ ഇതുപോലുള്ള ഒരു സിനിമയ്ക്ക്, അല്ലെങ്കിൽ വളരെ സോഷ്യലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോണ്ടം അഡ്വർടൈസ്മെന്റ്, ദാറ്റ് ഈസ് ആക്ച്വലി ഇതിന് ഭയങ്കര എന്തോ ഒരു ഒബ്സിനിറ്റി എന്ന രീതിയിലാണ് ഇതിനെ പറ്റി പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ സെൻസർ ചെയ്ത സിനിമ, പിന്നെ കേരളത്തിൽ മുഴുവൻ റിലീസ് ചെയ്ത സിനിമ, ആൾക്കാർ കണ്ട സിനിമ, ആൾക്കാർ ഇതിനെ പറ്റിയിട്ട് ക്രിട്ടിക്ക് ചെയ്ത സിനിമ, അവാർഡുകൾ നേടിയ സിനിമ, ഈ സിനിമയെ പറ്റി കൂട്ടിയിട്ട് പിന്നെ ഇതുപോലെ ഒരു അന്വേഷണത്തിന് ഉത്തരവിടുകയും എന്താണ് ഈ ഉദ്യോഗസ്ഥന്മാർ ചെയ്യേണ്ടത്? VCR അല്ലെങ്കിൽ DVD എടുത്തിട്ട് ഈ സിനിമകൾ മുഴുവൻ ഇരുന്നിട്ട് അതിൻ്റെ അകത്ത് ന്യൂഡിറ്റി തപ്പുക? അതോ ഇയാൾ കൊടുത്തിരിക്കുന്ന ഫോൺ സൈറ്റ് മുഴുവൻ ഇരുന്നിട്ട് അതിൻ്റെ അകത്ത് മൂവിയിൽ ഇല്ലാത്ത ഭാഗങ്ങൾ കാണുക? എന്തൊരു ലുഡിക്രസ് ആണ്. അപ്പൊ ഇതിന്റെ ആ തമാശ നേച്ചറിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതിന് പകരം, ഇപ്പോ ഹാഷ്മി പറഞ്ഞതുപോലെ ഇന്നലെ സാന്ദ്ര തോമസിന് സംഭവിച്ചത് ഇന്ന് ഇപ്പൊ നിത്യ മേനോന് സംഭവിക്കുകയാണെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി. കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ട് ഒന്നടങ്കം അടപടലം രാജിവെച്ച് പോയ ഒരു ഓർഗനൈസേഷനിൽ ഒരു സ്ത്രീ പ്രസിഡന്റായിട്ട് കയറി വരുന്ന ആ അങ്കലാപ്പിൽ നിന്നാണ് ഇങ്ങനെയുള്ള ഒരു കേസ് ഉരുത്തിരിഞ്ഞു വന്നതെന്നാണ് നമുക്ക് തോന്നുന്നത്.